ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അലമാര മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. കാരണം ഞങ്ങളിപ്പോൾ വീട് കൂടിയിരുന്നിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായി. അപ്പോൾ അന്ന് വെച്ച വെപ്പാണ് അതൊക്കെ. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടിട്ട് കഴുകിയെടുത്ത് വയ്ക്കും. അല്ലാതെ മൊത്തത്തിലൊന്നും എടുത്ത് ക്ലീൻ ചെയ്തിട്ട് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഏകദേശം പൊടിയൊക്കെ പിടിച്ചണു എല്ലാം ഒന്ന് പുറത്തേക്ക് എടുത്ത് തട്ടിക്കൊട്ടി ക്ലീൻ ചെയ്യാന്നുള്ളത്. ഇതൊക്കെ പാടെ വലിച്ചിട്ടപ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലായത്. കാരണം ഒന്നുമല്ല, വേണ്ടതും വേണ്ടാത്തതുമായ കണ്ണി കണ്ട കച്ചറ മൊത്തം അതിൻ്റെ ഉള്ളിലുണ്ട്. കൊണ്ടുവന്നേക്കണത് ഞാൻ തന്നെയാണ്, അല്ലാതെ വേറെ ആരും അതിൽ കൊണ്ടുവന്നേക്കില്ല. ഞാൻ തന്നെയാണ് ഇതൊക്കെ കൊണ്ടുവന്നേക്കണത്. അവർ ഞാൻ തന്നെ ക്ലീൻ ചെയ്യണമല്ലോ. അലമാരയുടെ പകുതി മുക്കാൽ ഭാഗം എൻ്റെതാണ്. ഏട്ടനാകെ 1-2 തട്ട് മാത്രമേ ഉള്ളൂ, ബാക്കി മൊത്തം ഞാനാണ് ഉപയോഗിക്കുന്നത്. അപ്പം പിന്നെ ഞാനത് ക്ലീൻ ചെയ്യുന്നേ വേണമല്ലോ. അങ്ങനത്തെ കംപ്ലീറ്റ് തുണികളും അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ കച്ചറ പിച്ചറ സാധനങ്ങളൊക്കെ ഇതാ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അത് ഒഴിവാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവമേ, ഈ കണ്ട സാധനങ്ങൾ മൊത്തം അതിൻ്റെ ഉള്ളിലായിരുന്നു എന്നുള്ള എനിക്ക് മനസ്സിലായത്. അങ്ങനെ സാധനങ്ങൾ മൊത്തം പുറത്തേക്ക് ഇട്ടിട്ട് പിന്നെ ഞാൻ അത് അലമാര മൊത്തം ഒന്ന് തുടയ്ക്കാൻ നിന്നു. ഉണങ്ങിയ തുണിയിട്ട് തുടയ്ക്കുക കേട്ടോ. കാരണം ഇത് മറ്റേ വുഡിൻ്റെ അലമാരയാണ്. വുഡല്ല, മറ്റെന്താ പറയുക, മൾട്ടി വുഡ് ഉണ്ടല്ലോ, അതിൻ്റെതാണ്. അപ്പോൾ വെള്ളമൊക്കെ ആക്കി തുടച്ചാൽ ചിലപ്പോൾ അത് കേടുവരും. അപ്പോൾ പിന്നെ ഉള്ളിലേക്കൊന്നും അധികം പൊടി ഇല്ല കേട്ടോ. ഈ പുറത്ത് മാത്രമേ പൊടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഉണങ്ങിയ തുണി കൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുത്തു. ആ താഴെ കണ്ടോ, ആ താഴെ ഞാൻ എന്ത് സാധനം എടുത്താലും അവിടെ വയ്ക്കും. പിന്നെ അത് എടുത്തോടത്തേക്ക് വയ്ക്കില്ല. അങ്ങനെ അവിടെ സാധനങ്ങൾ അങ്ങോട്ട് നിറയും. എന്നിട്ട് പിന്നെ ഏട്ടൻ്റെ അടുത്ത് നിൽക്കി ചീത്ത കേൾക്കും. അപ്പോൾ പിന്നെ ഞാൻ എടുത്തേക്കും. ചീത്ത കേട്ടാലേ ഞാൻ എടുത്തേക്കുള്ളൂ കേട്ടോ. അതുവരെ ചിലപ്പോൾ അത് അവിടെ ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ എടുത്ത് വയ്ക്കും. അപ്പോൾ നമ്മളെല്ലാം പൗഡറോ പൊട്ടോ കൺമഷിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട്, അധികം ഈ പൗഡറോ മറ്റേ നമ്മൾ സിന്ദൂരം ഇതൊക്കെ ആവശ്യമുണ്ടാവുക, അത് മാത്രമേ ഞാൻ അവിടെ വെക്കലുള്ളൂ. പക്ഷേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്ത് എല്ലാം എടുത്തിട്ട് അവിടെ തന്നെ വയ്ക്കും. പിന്നെ അത് അങ്ങോട്ട് എടുത്തേക്കില്ല. അതുപോലെ തന്നെ പോയി വന്നതിന് ശേഷം ഊരിയിട്ട് എല്ലാം അവിടേക്ക് വള മാല കമ്മൽ ഈ വക ഐറ്റംസൊക്കെ ഊരിയിട്ട് അവിടെ വയ്ക്കും ഞാൻ. പിന്നെ അത് അങ്ങോട്ട് എടുത്തേക്കില്ല. ഈ കമ്മലൊക്കെ എപ്പോഴും ഉണ്ടാവും അവിടെ, പാത്രത്തേക്ക് എടുത്തേക്കില്ല പിന്നെ ഞാൻ. അതുപോലെ തുടയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു അലമാരയ്ക്ക് ഒന്ന് സ്ഥാനമാറ്റം നൽകാമെന്നുള്ളത്. കാരണം ഈ ബൾബിൻ്റെ വെളിച്ചം ഈ സൈഡിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് കണ്ണാടിക്ക് നോക്കുമ്പോൾ കണ്ണാടിക്ക് തുറന്ന് വെക്കണം. അപ്പോഴേ നമുക്ക് നന്നായി നമുക്ക് എന്തെങ്കിലും പൊട്ടോ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമുക്ക് ക്ലിയറായി കാണുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അലമാര ഒന്ന് ഇങ്ങോട്ട് ചെരിച്ച് വെച്ചാൽ നന്നായിരിക്കുമെന്ന്. അങ്ങനെ വലിയ ഊക്കിലത് നീക്കാനൊക്കെ നിന്നിട്ട്, പക്ഷെ ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഈ കാണുമ്പോൾ ഈസി ആയിട്ട് ഞാൻ നീക്കണ പോലെ എനിക്ക് തോന്നും. എൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചിട്ടാണ് ഞാൻ അലമാര നീക്കിയത്. എൻ്റെ പൊന്നോ, അമ്മാതിരി വെയിറ്റ് ആയിരുന്നു അതിന്. അങ്ങനെ അത് പകുതി ഇങ്ങോട്ട് നീക്കി നോക്കുമ്പോൾ അതിൻ്റെ അടി ഫുള്ള് കച്ചറയാണ് കേട്ടോ. കാരണം അതിങ്ങനെ നിലത്ത് തട്ടി നിൽക്കണ ഇതാണ്. അടിക്ക് നമുക്ക് ചൂരോ ഇതൊന്നും ഇട്ട് അടിക്കാൻ പറ്റില്ല. അങ്ങനെ നിലത്തോട് ഒട്ടി നിൽക്കണ ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ പൊടി, പ്രത്യേകിച്ച് മുടി നല്ല ഉണ്ടായിരുന്നു എൻ്റെ അടിയിൽ. അതിൻ്റെ അടിക്കേട് പോയിട്ട് പിന്നെ അവിടെ കുടുങ്ങി പുറത്തേക്ക് എടുക്കാൻ പാകില്ലല്ലോ. അപ്പോൾ ഞാൻ നീക്കി നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ മൊത്തം കച്ചറ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. എന്നിട്ട് പിന്നെ അലമാരൊക്കെ അന്ന് ബാക്ക് സൈഡ് ഞാൻ ചെറിയൊരു നനവുള്ള തുണി എടുത്ത് തുടച്ചിട്ടോ. കാരണം ബാക്ക് സൈഡ് നല്ല പൊടി ഉണ്ടായിരുന്നു. അത് ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചിട്ട് പോകണില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു നനവുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചൊന്ന് തുടച്ചെടുത്തു. അങ്ങനെ നീക്കി ഇവിടം വരെ എത്തിച്ചു ഞാനത്. എന്നിട്ട് പിന്നെ അത് അവിടെ അടിച്ചു വരി നല്ല കച്ചറ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കച്ചറൊക്കെ ഞാൻ അടിച്ചെടുത്ത് അവിടെ തുടച്ചിട്ടോ. കാരണം തുടയ്ക്കണമൊന്നും ഇല്ലല്ലോ, അന്നാ കൊണ്ടുവന്നിട്ടതല്ലേ. പിന്നെ അതിൻ്റെ അടിക്ക് ഇതിന് മുന്നേ ഞാനൊന്ന് നീക്കിയിട്ട് അത് നല്ലത് നീക്കിയില്ല. എനിക്ക് നീക്കാൻ വയ്യാത്തതുകൊണ്ട് കുറച്ച് ഭാഗം നീക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവിടെയൊക്കെ തുടയ്ക്കാത്തതുകൊണ്ട് അവിടെയൊക്കെ നല്ലൊരു കറ പോലെ അങ്ങനെ വന്നിട്ടുണ്ട്. വെള്ള ടൈലും അല്ലേ, അപ്പോൾ വേഗം അറിയാം. അപ്പോൾ പിന്നെ ഞാനതൊക്കെ നല്ല അങ്ങോട്ട് തുടച്ചെടുത്ത് അവിടുന്ന്. അങ്ങനെ ഒരു വിധം ഞാനത് നീക്കി ഇപ്പുറത്ത് സൈഡിലേക്ക് എത്തിച്ചു.
എന്നിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് ഒന്ന് അങ്ങോട്ട് തുടച്ചത് നീക്കിയപ്പോഴേക്കും പിന്നെ ഞാൻ ഒരു കുപ്പി വെള്ളം കുടിച്ചു ഞാൻ കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ മേലേക്ക് ഒന്ന് തുടച്ച്, മേലൊക്കെ പൊടി ഉണ്ടായിരുന്നു, മേലൊക്കെ തുടച്ച് പിന്നെ ഈ ഡ്രസ്സൊക്കെ എടുത്തേക്കാണെന്ന് കരുതി. അപ്പോൾ നോക്കുമ്പോൾ ഇത് എൻ്റെ കല്യാണ സാരിയാണ് കേട്ടോ. ഏകദേശം ഒരു 12 വർഷമായി കല്യാണ സാരി, പണ്ടത്തെ കല്യാണ സാരി. അപ്പോൾ നിറയെ കല്ലും മുത്തൊക്കെ ഉണ്ടാവും കേട്ടോ. ഭയങ്കര വെയിറ്റാണ് ഈ സാരിക്ക്, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു സാരിക്ക്. അപ്പോൾ അതിൻ്റെ ബ്ലൗസൊന്നും ഇപ്പോൾ പാകമല്ല, ഒട്ടും പാകമല്ല. എങ്ങാനും തടി കുറഞ്ഞാൽ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. എവിടെ കുറയണ്? ഇനി ആ ബ്ലൗസൊക്കെ ഇടണമെങ്കിൽ ഞാൻ പട്ടിണി കിടക്കേണ്ടി വരും, എന്നാലേ ഞാൻ തടി കുറയുള്ളൂ. പിന്നെ ഇത് രണ്ടാമത്തെ സാരി, ഇതും ഏകദേശം സെയിം പാറ്റേൺ തന്നെയാണ്. നല്ല വെയിറ്റ് ഉണ്ട്, കല്ലും മുത്തൊക്കെ ഉള്ളതാണ്. എനിക്ക് ഈ പച്ച കളർ നല്ല ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഈ കരിമ്പച്ച കളർ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ 2 സാരി 2 വട്ടം എടുത്തിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിൻ്റെ അന്നും പിന്നെ വേറെ ആരുടെയൊക്കെ കല്യാണത്തിനും കൂടെ ഞാൻ 2 എടുത്തിട്ടുണ്ട്. അന്ന് കൊടുത്തതാണ്, പിന്നെ ഞാനത് തൊട്ടിട്ടില്ല. കാരണം ബ്ലൗസ് കൊള്ളില്ലല്ലോ, പിന്നെ ഞാനത് ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ അത് അങ്ങനെ പെട്ടിയിൽ ഭദ്രമാണ്. പിന്നെ അത് ഏട്ടൻ്റെ ഡ്രസ്സ്, ഏട്ടൻ്റെതും ഏട്ടൻ അന്നിട്ടതാണ്, പിന്നെ ഇട്ടിട്ടില്ല. ഏട്ടൻ്റെ ഷർട്ടുമ്മലൊക്കെ നമ്മൾ ഈ പൂമാല ഉണ്ടാവില്ലേ, പൂമാലയുടെ കറയൊക്കെ പിടിച്ചിട്ട് ആയിരിക്കുകയാണ്. അതൊന്നും പിന്നെ പോയില്ല, ഒരു കറയല്ലേ, അപ്പോൾ അതൊക്കെ ഉണ്ടാകുമേ. അത് പിന്നെ സാരിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടിയ പെട്ടി തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ തന്നെ ഞാൻ അങ്ങോട്ട് വെച്ചു, എടുക്കണില്ലല്ലോ. എന്നിട്ട് ഒരു കവറിലടാക്കിയിട്ട് അങ്ങനെ വെച്ചു. പിന്നെ ബാക്കി സാരികളൊക്കെ എടുത്തേക്ക് ഈ ചുവപ്പ് സാരി ഈ ചുവപ്പ് സാരി എനിക്ക് അങ്ങനത്തെ ഫ്രില്ലുള്ള സാരി വേണമെന്നുള്ളൊരു മോഹത്തിൽ ഞാൻ കടയിലൊക്കെ പോയി ചോദിച്ചു നോക്കിട്ടോ. പക്ഷേ കടയിൽ നിന്നൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ നമ്മളത് ഡിസൈൻ ചെയ്യണം, അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ സ്വന്തമായി ഡിസൈൻ ചെയ്തതാണ്. അങ്ങനെയൊക്കെ ചില കലാവിരുദ്ധകൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അത് ആവശ്യം നേരത്തെ ഞാൻ പുറത്തെടുക്കുള്ളൂ എന്നേ ഉള്ളൂ, എനിക്കത് തോന്നണം. അതുപോലെ ആ ബ്ലൗസ് ഞാൻ കാണിച്ചതില്ല, ആ ബ്ലൗസ് ഞാൻ ചെയ്തതാണ്. ഒരൊറ്റ ചോരത്തിളപ്പിന് ഒരു ഫാഷൻ ഡിസൈനിങ് ഒരു പഠിപ്പൊക്കെ ഉണ്ടായി. അത് പിന്നെ ആ വഴിക്കവിടെ പോയി. പക്ഷെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തയ്ക്കും, എനിക്ക് വേണ്ടതൊക്കെ ഞാൻ വർക്കൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ പുറമെ ഒരാൾക്ക് ചെയ്ത് കൊടുക്കാൻ എനിക്ക് അത്ര അങ്ങോട്ട് കോൺഫിഡൻസ് ആയിട്ടില്ല. ഞാൻ എൻ്റെതും മക്കളതും മാത്രം ഞാൻ ചെയ്യും. അങ്ങനെ ഡ്രസ്സുകളൊക്കെ മടക്കി വയ്ക്കില്ല, ഞാൻ സാരി മടക്കി വെച്ചു. പിന്നെ എനിക്ക് സാരി ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് അധികം സാരികളൊന്നും, ഞാൻ കുറച്ച് സാരി വാങ്ങുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ഉടുക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി, പക്ഷെ ഞാൻ അങ്ങനെ ഉടുക്കാറില്ല. നമ്മൾ പെട്ടെന്നൊക്കെ പോകുമ്പോൾ ചുരിദാർ ഇട്ടിട്ട് പോകും, അത്രേ ഉള്ളൂ. പിന്നെ ടോപ്പോ പാൻറ്റൊക്കെ ഇട്ട് പോകും, അങ്ങനെയുള്ളൂ. വല്ല കല്യാണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ സാരി ഉടുക്കുള്ളൂ. അതുകൊണ്ട് അധികം സാരികളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. പിന്നെ ചുരിദാർ, ടോപ്പ്, ജീൻസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇടൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരൊറ്റ ചൊരത്തിളപ്പിൽ ഞാൻ പഠിക്കാൻ പോയത്, ഫാഷൻ ഡിസൈനിങ്. പോയിട്ടല്ല, ഞാൻ ഓൺലൈനാണ് പഠിച്ചത്. ഏകദേശം ഒരു 2 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐറ്റംസാണ് അതൊക്കെ. നൂല്, പെയിൻറ്റ്, മറ്റേ എന്താ പറയുക, ആരി വർക്ക് ചെയ്യണ ഐറ്റംസ്, മുത്ത്, പശ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ക്ലേ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് അതിൽ. അപ്പോൾ ഈ നൂലൊക്കെ പാടെ അങ്ങനെ ആകെ കെട്ടുപണഞ്ഞ് കിടക്കുകയാണ്. അതുപോലെ തുന്നണ നൂലുണ്ടല്ലോ മെഷീനിലിടണത്, അതൊക്കെ ആകെ അലമ്പായി കിടക്കുകയായിരുന്നു. ആവശ്യമുള്ള കളർ നോക്കി ഇങ്ങനെ എടുക്കും, എന്നിട്ട് പിന്നെ അത് നേരെ വയ്ക്കുകയൊന്നുമില്ല, അത് കുത്തിത്തിരിക്കി വയ്ക്കും, അത്ര തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഒരു സാധനങ്ങൾ വെച്ചിരുന്ന അറിയട്ടെ, ഒരുപാട് അലമ്പായിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കാത്തതുണ്ട്, അതൊക്കെ ഞാൻ കളഞ്ഞു. അപ്പോൾ പിന്നെ ഇപ്പോൾ അവിടെ കുറച്ച് ആ നൂലുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ പെയിൻറ്റ്, ഫാബ്രിക് പെയിൻ്റ് ഉണ്ട്, മ്യൂറൽ പെയിൻ്റ് ഉണ്ട്, ഗ്ലാസ് പെയിൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ മക്കൾ ഉപയോഗിക്കും. ഞാൻ പിന്നെ അപ്പോൾ അങ്ങനെ പെയിൻറ്റ് അടിക്കാൻ എനിക്ക് ഇപ്പോഴും പഠിച്ചു എന്നിട്ട് കാര്യമില്ല, പക്ഷെ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഞാൻ മക്കൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കും. അവർക്ക് സ്കൂളിലേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെടുത്തിട്ടാണ് പെയിൻറ്റ് ചെയ്യൽ. പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ താഴെ കുറേ ബാഗുകളുണ്ടായിരുന്നു. ബാഗുകൾ ഒക്കെ ഉപയോഗിക്കുന്ന ബാഗുകൾ തന്നെയാണ്, ഉപയോഗിക്കാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നേരെ എടുത്ത് വെച്ചു. പിന്നെ എൻ്റെ മോളെ അവൾ ഡാൻസ് പഠിച്ചിരുന്നു, ഭരതനാട്യം അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല.
അപ്പോൾ അതുണ്ട്, അതിൻ്റെ ചിലങ്ക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നേരെ ആ കവറിൽ തന്നെ കെട്ടിയിട്ട് ആ ബാഗിൽ തന്നെ ഇട്ട് വെച്ചു. പിന്നെ ഈ സെക്ഷനാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. അവിടെയാണ് എൻ്റെ വള, മാല, കമ്മൽ, മറ്റേ മേക്കപ്പ് സാധനങ്ങൾ, പിന്നെ കുറേ സ്പ്രേയുടെ കുപ്പി, പിന്നെ ലാപ്ടോപ്പ്, അങ്ങനെ അല്ലറ ചില്ലറ ഐറ്റംസ് മൊത്തം അതിലുണ്ട്. അവിടെയും കൂടുതൽ അലമ്പായി കിടക്കുമായിരുന്നു. അപ്പോൾ അതിലും വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഞാൻ അടുത്ത് ഒഴിവാക്കി അവിടെയും ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ അലമാര ഫുള്ള് സെറ്റ്. അതിൽ ആ അലമാര മൊത്തം ഉണ്ടതാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഏട്ടനാകെ 4 ജീൻസും കുറച്ച് ഷർട്ടും ഉണ്ട്, അതേ ഉള്ളൂ. ബാക്കിയൊക്കെ എൻ്റെതാട്ടോ. ഏട്ടൻ അങ്ങനെ ഇടില്ല. ജീൻസൊക്കെ എപ്പോഴൊക്കെ പുറത്ത് പോകുമ്പോഴൊക്കെ ഇടുള്ളൂ. അപ്പോൾ പറയാ ഒരു ജീൻസ് ഉണ്ടെങ്കിൽ, ഒരു ജീൻസ് ഒരു 4 ഷർട്ടും ഉണ്ടെങ്കിൽ ആയില്ലേന്ന് അറിയും. അപ്പോൾ ഇതാ ബാക്കി പിന്നെ ഒക്കെ റെഡിയാക്കി ഞാൻ പിന്നെ അവിടെ അടിച്ച് തുടയ്ക്കാൻ നിന്നു. രാവിലെ തുടച്ചാണ്. പിന്നെ ഇപ്പോൾ അതിൻ്റെ കച്ചറകളും പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ അവിടെ നിന്ന് അടിച്ച് തുടച്ച് നീറ്റാക്കി റൂം ഞാൻ അങ്ങോട്ട് ക്ലീനാക്കി ഇട്ടു. ഇപ്പോൾ റൂമിൽ കയറുമ്പോൾ നല്ലൊരു ഒരുപാട് സ്പേസ് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത്ര വലിയ റൂമൊന്നുമല്ല, എന്നാലും ഉള്ളത് നല്ല അത്യാവശ്യം സ്പേസ് ഞാൻ തോന്നുന്നുണ്ട്. മറ്റേ ഇങ്ങനെ കിടക്കുമ്പോൾ തീരെ സ്ഥലമില്ലാത്ത പോലെയായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല കുറച്ച് സ്ഥലമൊക്കെ ആയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.